ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനോൻ്റെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. പക്ഷെ തിരക്കഥയിൽ എനിക്ക് തോന്നുന്നു നീരജ് രാജൻ, സൂരജ് രാജൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തതായിരിക്കാം. അപ്പോൾ 2 ഫാക്ടേഴ്സാണ് ഈ മൂവിയോടുള്ളൊരു അട്രാക്ഷൻ. ഒന്ന് വൺ ആൻഡ് ഓൺലി GVM ഗൗതം വാസുദേവ് മേനോൻ, പിന്നെ രണ്ടാമത് മമ്മൂട്ടി കമ്പനി ആൻഡ് മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടി തന്നെ അത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും കാണും, സംതിങ് സ്പെഷ്യലായിരിക്കും എന്നുള്ളൊരു ഫീലുണ്ട്. ഈവൻ ഇതിൻ്റെ ട്രയലർ കട്ട്സ് തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയൊന്നും അല്ലെന്ന് മനസ്സിലായി. കാരണം പൊതുവേ നമ്മൾ ഗൗതം വാസുദേവ് മേനോനെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ബഡ്ജറ്റ് തമിഴ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ സംവിധായകനാരെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ചിലപ്പോൾ GVMനായിരിക്കും. അത് കാക്കയുടെ ഡയറക്ടർ. ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈല്, ആ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്, ഇന്ന് നമ്മൾ ആ സിനിമ കണ്ടാലും നമുക്ക് എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഒരു 15 വർഷം മുന്നിലുള്ള സിനിമ, അന്ന് ആ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ആൾ ഒരു 20 വർഷം മുന്നിൽ ചിന്തിച്ചിരുന്നു. ഇതിൻ്റെ ആ ഒരു വേ ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നാലും ദ വേ ദ ഹാൻഡിൽ ദ ക്യാമറ. ഇപ്പോഴും ആ സിനിമയുടെ പല ഷോട്ടുകളും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത്രയ്ക്കാനുള്ള ഗംഭീരമായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. ആ സിനിമ നല്ല പൊതുവേ GVMൻ്റെ സിനിമാസിനെല്ലാം ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് അതൊക്കെയായിരുന്നു ഈ സിനിമയ്ക്കകത്തുള്ള പ്രതീക്ഷ. എങ്കിലും ട്രെയിലർ കൺസ് കണ്ടപ്പോഴത്തേക്ക് ഇതൊരു ചെറിയ ബഡ്ജറ്റിലുള്ളൊരു കുഞ്ഞു സിനിമയാണെന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു ട്രെയിലർ വന്നത്.